എൻ്റെ പേര് സുനിത. ഞാൻ 2 വർഷമായിട്ട് ഗൾഫിന് പോകാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഓരോരോ തടസ്സങ്ങൾ വന്നങ്ങനെ ഞാനിവിടെ വന്ന് 22/3/2024 ഞാൻ ഉടമ്പടി എടുത്ത് 45 ദിവസത്തിനുള്ളിൽ ഞാൻ കുവൈറ്റിന് ഞാൻ പോയി. അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ ഒരു നന്മ ചെയ്തു. ആ 45 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നു, ഒരുപാട് തടസ്സങ്ങൾ. ആദ്യം എനിക്ക് മെഡിക്കലായിരുന്നു. മെഡിക്കലിന് വേണ്ടി ഞാൻ ആദ്യം പോയി. മെഡിക്കലിന് എനിക്ക് ഫെയിലായി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ മെഡിക്കലിന് പോയി. മെഡിക്കൽ ഫിറ്റായി. ആ കടമ്പയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് സാമ്പത്തികം ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ ആ സാമ്പത്തികത്തിന് വേണ്ടി. അപ്പോൾ എനിക്കൊരു ലോണ് ശരിയായി. അതൊരു ചിട്ടിയായിരുന്നു. ആ ചിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങനെ ഒരു ലേലം വിളിക്കുക എന്നുള്ളത്. ആ ചിട്ടിക്ക് ഒരു 40 പേരുണ്ട് ആ ചിട്ടിയിൽ. ആ 40 പേരിൽ ഒരു 7 പേര് വന്നു ചിട്ടിയിൽ. ആ ചിട്ടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ആ ചിട്ടി നടത്തുന്ന ആ പുള്ളി ഇതുപോലെ ഇങ്ങനെ ലേലം വിളിച്ച് ഒരു അരമണിക്കൂർ ആ ലേലം ഇങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ആ ലേലം വിളിക്കാൻ വന്നവരൊറ്റ ആരും മിണ്ടാതെ നിന്നു. അന്നേരം തന്നെ പറഞ്ഞ് ലേലം ഉറപ്പിച്ചു, സുനിലിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു. അന്നേരം അങ്ങനെ മാതാവ് വലിയൊരു നന്മ ചെയ്തു. അതും കഴിഞ്ഞിട്ട് എല്ലാം ശരിയായെന്ന് വിചാരിച്ച് ഞാൻ സമാധാനപ്പെട്ടിരുന്ന ആ സമയങ്ങളിൽ എനിക്ക് PCC ഡേറ്റ് കഴിഞ്ഞു. PCC നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2-3 അല്ല 1 മാസമായാലും പിടിക്കും. പക്ഷേ എനിക്ക് ആ 1 മാസം എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ അത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നേരെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെ 9:30 ആകുമ്പോൾ അവിടെ ചെല്ലണം. 9:30 ആകുമ്പോൾ ചെന്നെങ്കിൽ മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന സമയത്ത് അവിടെ ഒരു പ്രിൻ്റ് വേണമായിരുന്നു. അതെനിക്കറിയില്ല അന്ന് പ്രിൻ്റ് വേണമെന്നുള്ളത്. ആ പ്രിൻ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അക്ഷയെ വിളിച്ച് പറഞ്ഞു 10 മണിക്കേ വരത്തുള്ളൂ ചേച്ചിന്ന്. ഞാൻ തിരിച്ച് ഇവിടെ പറഞ്ഞു, ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, 9:30 ആകുമ്പോൾ ഇവിടെ വന്നാൽ അല്ല ഞങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ട് അവിടെ ഇരുന്ന് മറ്റുള്ളവരൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എനിക്ക് അവിടുന്ന് ആ മെയിൽ എനിക്ക് അവിടുന്ന് അയച്ചു തന്നു. ഞാൻ 10 മണിയായി ഞാനവിടെ കയറി വന്നു. പെട്ടെന്ന് തന്നെ ആ ഭാഗ്യത്തിന് ആ മേഡം എൻ്റെ ആ പേപ്പർ മേടിച്ചിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി ഞാൻ അവിടുന്ന് പോരുവാനായിട്ട് സാധിച്ചു. അതുമെല്ലാം കഴിഞ്ഞ് ഞാൻ സമാധാനമായല്ലോ എന്ന് വിചാരിച്ച് പൈസ കിട്ടി, പൈസ കൊടുത്തു. അപ്പോൾ എനിക്ക് 1-ാം തീയതിയാണ് എനിക്ക് ടിക്കറ്റെല്ലാം ഓക്കെ ആക്കിയത്. പക്ഷേ എനിക്ക് 30-ാം തീയതി ഞാൻ പൈസ അയച്ചോളുന്നു. 31-ാം തീയതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനിവിടെ സാക്ഷ്യം പറയാൻ 31-ാം തീയതി വരാനായിട്ട് ഇരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, പൈസ കിട്ടിയില്ല. അപ്പം തന്നെ ഞാൻ എൻ്റെ പിള്ളേരും കൂടി ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം 33 തവണ ചൊല്ലി പ്രാർത്ഥിച്ച് അതുപോലെ എനിക്ക് സങ്കടം. ഞാൻ കൊടുത്ത പൈസ കിട്ടിയില്ല. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു ഉടമ്പടി മുടക്കരുത് എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ബാങ്കിൽ ചെന്ന് ഒരൊറ്റ നമ്പറിലാണ് മാറിപ്പോയിട്ട് അത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് 1-ാം തീയതി പോകാൻ പറ്റിയില്ല. പിന്നെ 5-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോയി ഗൾഫിന് ഞാൻ കുവൈറ്റിൽ ചെന്ന് സന്തോഷമായിട്ട് ജോലി കയറി. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് പഠിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ കിട്ടണമെന്ന് ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ കിട്ടണം, എത്ര താമസിച്ചാലും എനിക്ക് ഗവൺമെൻറ്റിൽ കിട്ടണം. അവിടെ ചെല്ലുന്ന സാഹചര്യങ്ങളും കൂട്ടത്തിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളാണേലും അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സ് അവിടുത്തെ സ്ഥാപനം അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് ആണെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഞാൻ എന്നിട്ട് പ്രൈവറ്റ് വിട്ട് ഒരു 2 മാസം ഞാൻ പ്രൈവറ്റ് വിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 6 മാസം ഇരുന്നതിന് ശേഷമാണ് ഞാൻ വിട്ടത് റേഡിയോളജി പഠിക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ്റിൽ കിട്ടി. എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. എൻ്റെ ജീവിതം തന്നെ മാറിയെന്ന് പറയാം. ഞാൻ ഇനി നാളെ എൻ്റെ 2ാമത് കുവൈറ്റിൽ പോകാനായിട്ട് എനിക്ക് മെഡിക്കലാണ്. ഈ അടുത്ത മാസം തന്നെ ഞാൻ കയറിപ്പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് പോലും എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ റിലേറ്റീവ് എല്ലാം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും
എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ പണ്ടൊക്കെ എനിക്ക് നാണമൊക്കെ ആയിരുന്നു, പേടി, അയ്യോ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഏത് കൊലപാതകത്തിലേക്ക് വിളിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നും വന്നിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട്. ഒരുപാട് പേര് ഞാൻ കാരണം അത് നമുക്ക് ജീവിതത്തിലാണ് സന്തോഷവും സമാധാനവും എല്ലാം. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാതാവ് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് ദൈവത്തിന് 100 നന്ദി. സങ്കീർത്തനങ്ങൾ 116:10 ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സുനിത എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്തേക്ക് പോകുവാനുള്ള നിയോഗത്തിനും മകളുടെ തുടർ പഠനത്തിനും വേണ്ടിയുള്ള നിയോഗവും സമർപ്പിച്ചാണ് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ ജീവിച്ചത്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, 2 വർഷം തുടർച്ചയായി പരിശ്രമിച്ചിട്ടും പല തടസ്സങ്ങളാൽ പോകാൻ പറ്റാതിരുന്നത് ഉടമ്പടി എടുത്ത് 45 ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ വഴികളും അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു. മെഡിക്കലിന് പോയപ്പോൾ തടസ്സമുണ്ടായി. അച്ഛനെ വന്ന് കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തിയപ്പോൾ പിറ്റേ തവണ എടുത്തപ്പോൾ ഫിസിക്കല് അത് ഫിറ്റായി കിട്ടി. അതോടൊപ്പം തന്നെ സാമ്പത്തികം ഒട്ടുമില്ലാതെ വിഷമിച്ചു. അപ്പോഴും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആദ്യമായിട്ട് ചിട്ടിയുടെ ലേലം വിളിക്കുന്നിടത്ത് ചെന്ന് കയറി എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ പലരും ചിട്ടി ലേലം വിളിക്കുവാൻ നിൽക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുകയും എന്നാൽ അതിൻ്റെ അവസാനം ചേച്ചിക്ക് തന്നെ ചിട്ടി ലഭിക്കുകയും അത് നല്ല തുക ലഭിക്കുകയും അതിലൂടെ ആ പുറത്തു പോകുവാനുള്ള പൈസ മുഴുവനും കൊടുത്ത് അതിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുവാൻ വേണ്ടി സാധിച്ചു. ചിട്ടിയുടെ പണം കിട്ടാൻ വേണ്ടി കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനുണ്ടായിരുന്നു. ഓരോന്ന് കൊടുക്കുമ്പോഴും അടുത്തത് ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തടസ്സങ്ങൾ മാറുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ള സമയത്തും അമ്മ മാതാവ് സഹായിക്കുകയും പണം റിലീസ് ചെയ്യുന്നതിനുള്ള എല്ലാ ക്ലേശങ്ങളും മാറ്റിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് പണം അയച്ചു കൊടുത്തപ്പോഴും തടസ്സം വന്നിരുന്നു. അത് തുടർച്ചയായി നമ്മൾ കാണുന്നത് ഓരോന്നിന് പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും പിന്നോട്ട് നോക്കാതെ, ഒരിക്കൽ പോലും മനസ്സിൽ മടുപ്പ് തോന്നാതെ, ഒരിക്കൽ പോലും മാതാവിനോട് സങ്കടമോ ദേഷ്യമോ പരിഭവമോ ഇല്ലാതെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതും മാറിപ്പോകും, ഇതും അനുഗ്രഹമാവും, ഇതിലും മാതാവ് ഇടപെടുമെന്ന നല്ല പ്രത്യാശയോടുകൂടി ഓരോ ദിവസവും ആ 45 ദിവസത്തിനുള്ളിൽ പോയി എന്നതിനേക്കാൾ ഉപരി ആ 45 ദിവസത്തിനുള്ളിൽ കടന്നുപോയ ജീവിതത്തിൻ്റെ മുഴുവൻ പരീക്ഷണങ്ങളിലും ദൈവത്തിന് 1-ാം സ്ഥാനവും അമ്മ മാതാവിൽ പൂർണ്ണമായ ശരണപ്പെടലും ഏതു വലിയ പ്രതിസന്ധിയും എന്നെ തളർത്തില്ലെന്നും എത്ര സമുദ്രത്തിൽ പോയാലും ഞാൻ മുങ്ങിപ്പോവില്ലെന്നും ഉറപ്പോടുകൂടി അമ്മയെ ശരണം പിടിച്ച് അമ്മയെ ചേർത്ത് പിടിച്ച് സഹോദരി നടന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത്. പറയുന്നുണ്ട്, അയച്ച പണം 1 ഡിജിറ്റിന് മാറിപ്പോയി. അത് ഭാഗ്യമായിട്ട് തൻ്റെ തന്നെ അക്കൗണ്ടിൽ വരികയും അടുത്ത ദിവസം തന്നെ തിരിച്ചയച്ചു കൊടുക്കുവാനും അതുവഴി ആ യാത്ര സുഗമമാകുവാനും ജോലി നന്നായി അവിടെ ചെയ്യുവാനും പറ്റുന്ന സാഹചര്യത്തിൽ അവിടെ എത്തിച്ചേർന്നുവെന്ന പ്രിയമുള്ളവരെ, അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ പ്രാധാന്യം എന്നും ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട അമ്മ ലോകത്തിലെ ഓരോ മകനും മകളും അമ്മയുടെ അരികിലേക്ക് ആഗ്രഹത്തോടെ വരുമ്പോൾ സമയം ചുരുക്കി ഭാരങ്ങൾ കുറച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കൂടെ നിന്ന് ഞാൻ പ്രവർത്തിക്കുമെന്ന സന്ദേശമാണ് കൈമാറുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവെച്ചത്. അത് തന്നെ മകളുടെ ജീവിതത്തിലും റേഡിയോളജി പഠിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അമ്മയുടെ സന്നിധിയിൽ നിയോഗം എഴുതി സമർപ്പിക്കുമ്പോൾ 6 മാസത്തോളം ഒന്നും നടക്കാതിരിക്കുന്നു. പിന്നീട് 2 മാസം പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിക്കുവാൻ പോകുന്നു. അപ്പോഴും ഒരല്പം പോലും മാതാവിൽ നിന്ന് പിന്മാറാതെ എൻ്റെ മകൾക്ക് തുടർ പഠനം ഏറ്റവും അനുയോജ്യമായിടത്ത്, സുരക്ഷിതമായിടത്ത്, മികച്ച ഇടത്ത് മാതാവ് ഒരുക്കിത്തരുമെന്ന പ്രത്യാശയോടെ സഹോദരി പ്രാർത്ഥിക്കുകയും ഇന്ന് മകള് സുന്ദരമായിട്ട് നല്ല ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നല്ല ജീവിക്കുവാൻ സാഹചര്യങ്ങളുള്ള അന്തരീക്ഷത്തിൽ പഠിക്കുവാൻ മകൾക്ക് സാധിക്കുന്നു. ഇതിൻ്റെ നന്ദിയും മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ സമയച്ചുരുക്ക മാതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കാം. നമുക്ക് 1-2 മാസം, 3-4-6 മാസം
ഒരു നിയോഗം വൈകി എന്ന് കരുതി വിട്ടുപേക്ഷിച്ച് പോകുന്നവരാവാതെ അള്ളിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സ്ഥിരത, വിശ്വാസത്തിൻ്റെ സ്ഥിരത, നിയോഗത്തിൻ്റെ സ്ഥിരത നൽകണമേ എന്നെന്നും അമ്മ മാതാവിനോട് അപേക്ഷിക്കണം. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർ ദൈവമഹത്വം നിശ്ചയം ദർശിക്കും. ദൈവം ഇടപെടുകയും ജീവിതങ്ങളെ സുരക്ഷിതമാക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.